സിയാറത്തിനൊരു വക്കീലുണ്ടാകണം എന്നുണ്ട്. നമ്മൾ തന്നെ ചെന്ന് നമുക്ക് ഫാത്തിഹ യാസീനൊക്കെ അറിയാം, എന്നാ പിന്നെ ഞാൻ പോയി ഫാത്തിഹ യാസീനൊക്കെ ഓതിപ്പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല. അതിൻ്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മസ്ജിദിൽ അവിടെ നമ്മളെ വല്യാപ്പൻ്റെ ഖബറുണ്ട്, അമ്മായിൻ്റെ ഖബറുണ്ട്. സിയാറത്തിന് പോകുമ്പോൾ ആ പള്ളിയിലെ മുഅദ്ദിനെ മുഖറിക്കാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഫാത്തിഹ യാസീനൊക്കെ അറിയാം, അതുകൊണ്ട് 500 റുപ്യ ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സങ്കടം തോന്നരുത്. ഗൗരവത്തിന് വേണ്ടിയിട്ട്, അതിന്റെ ഗൗരവത്തിന് വേണ്ടി ഞാൻ പറയാം. നിങ്ങളെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കളുടെ നെഞ്ചുരുകുന്ന വേദന അല്ലാഹു സത്യ 2000 രൂപ തന്നാൽ എനിക്കുണ്ടാവൂല. ഞാൻ കരയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എന്റെ ശബ്ദമിടറും നിങ്ങളെ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഒരു മകൻ വാപ്പ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുവച്ചിട്ട്, അല്ലാഹുവേ എന്റെ വാപ്പാക്ക് ഇവിടത്തെക്കാളും നല്ലൊരു വീട് കൊടുക്കണം, അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. എന്നെക്കാൾ നല്ല ഒരു കുടുംബം, ഇവിടത്തെക്കാൾ നല്ലൊരു വീട്, ഇവിടത്തെക്കാൾ നല്ലൊരു അയൽവാസം, ഇതെല്ലാം നീ കൊടുക്കണം റബ്ബേ എന്ന് അർത്ഥമറിഞ്ഞിട്ട് ദുആരക്കുന്ന ഒരു പൊന്നുമോന്റെ നെഞ്ച് പെടയ്ക്കുന്ന പെടച്ചിലുണ്ടല്ലോ, അത് പള്ളിയിലെ ഇമാമിന് കിട്ടൂല. ആ ഇമാമത്ത് കിട്ടൂല സഹോദരങ്ങളെ. ആലിമാണ്, ആരിഫാണ്, സയ്യിദാണ്, അതൊക്കെ ശരിയാ, അതിന്റെ കൂലി കിട്ടും. പക്ഷേ ആ നെഞ്ച് പടയ്ക്കുന്നതിന്റെ കൂലി വാപ്പാക്ക് നിൽക്കുന്നത് പോലെ പള്ളിയിലെ ഇമാമ് കിട്ടൂല.